അപൂർവങ്ങളിൽ അപൂർവമായി ഉണ്ടാകുന്ന ബഹിഷറ്റ്സ് രോഗത്താൽ തീരാവേദന അനുഭവിക്കുകയാണ് നെടുങ്കണ്ടം പൂവത്തുമുട്ടിൽ എബ്രഹാം ലിസമ്മ ദമ്പതികളുടെ മകൾ എൽബറ്റ്. വർഷങ്ങൾക്ക് മുൻപ് ചികിത്സകൾ ആരംഭിച്ചിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചികിത്സകൾ മുടങ്ങി. ഇതേ തുടർന്ന് രോഗം തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുള്ള ഞരമ്പുകളിലേക്കും വ്യാപിച്ചതോടെ കിടക്കയെ മാത്രം ആശ്രയിച്ച് കഴിയുകയാണ് യുവതി. എൻ്റെ അസുഖം ബെച്ചറ്റ്സ് എന്നാണ്. എൻ്റെ അസുഖത്തിൻ്റെ പേര്. അപൂർവമായ രോഗമാണ്. HLA-B51 പോസിറ്റീവാണ്, ANA പോസിറ്റീവാണ്. ഇതേ കൂട്ടി എനിക്ക് ജോയിൻറ്റ് പെയിൻസ്, തലവേദന, മൂക്കിൽ കൂടെ ബ്ലഡ് വരവ്, ബ്ലഡ് വൊമിറ്റ് ചെയ്യും, നടക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ഫിറ്റ്സ് പോലെ വരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പോൾ 2019 ഫെബ്രുവരി തൊട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ആദ്യം കുറവുണ്ടായിരുന്നു, പിന്നെ അങ്ങ് കൂടാൻ തുടങ്ങി. ഇപ്പം മെയ് മാസം തൊട്ട് ഞാൻ തീർത്ത് വീണുപോയി, നടക്കാനൊന്നും പറ്റുകയില്ലെന്നായി. പലിശയ്ക്കും മേടിച്ചു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, പിന്നെ മൈക്രോ ഫിനാൻസിൽ നിന്ന് പൈസ എടുത്തു, പിന്നെ ആളുകളോട് ചോദിച്ച് മേടിച്ചു. കടങ്ങൾ ഒരുപാടുണ്ട്. ഞരമ്പുകൾക്കുള്ളിൽ മുഴകൾ രൂപപ്പെടുന്ന രോഗമാണ് ബഹിഷറ്റ്സ്. ശരീരം മുഴുവൻ നീര് വയ്ക്കുകയും മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്യുന്നതിനൊപ്പം അസഹനീയമായ വേദനയുമാണ് ഈ രോഗത്തിനുള്ളത്. പ്രതിമാസം 50,000 രൂപയുടെ ഇഞ്ചക്ഷനും 10,000 രൂപയുടെ ഗുളികകളും കഴിച്ചാണ് ഈ പെൺകുട്ടി ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. സ്വന്തമായി 1 സെന്റ് സ്ഥലം പോലുമില്ലാത്ത നിർധന കുടുംബമാണ് എൽബറ്റിൻ്റേത്. പിതാവിന്റെ കൂലിപ്പണിയാണ് ഏക വരുമാന മാർഗം. മരുന്നുകൾ മുടങ്ങിയതോടെ ഇപ്പോൾ വേദന അസഹനീയമാകുകയും തുടർച്ചയായി ഫിറ്റ്സും തലകറക്കവും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. 13 ഗുളികകളാണ് ഈ പെൺകുട്ടി ദിവസവും കഴിക്കുന്നത്. മുന്നോട്ട് എനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഇഞ്ചക്ഷനുണ്ട്. ഇഞ്ചക്ഷന് 25,000 രൂപയാണ്. അത് 8 മാസം എടുക്കണമെന്നാണ് പറഞ്ഞത്. മാസം 2 എണ്ണം വീതം. അപ്പോൾ അതിനുള്ള തുക കണ്ടെത്താൻ പറ്റുന്നില്ല. അതിന് തന്നെ 4 ലക്ഷം രൂപ വേണം. പിന്നെ ഗുളികകൾക്ക് വില കൂടുതലാണ്. 16 കൂട്ടം ഗുളിക ഇപ്പം ഞാൻ കഴിക്കുന്നുണ്ട്. റുമറ്റോളജി, ന്യൂറോളജി, ഡെർമറ്റോളജി, ഗ്യാസ്ട്രോളജി, ഹെമറ്റോളജി, ഇവരുടെ എല്ലാം ഗുളികയാണ് കഴിക്കുന്നത്. പിന്നെ കാർഡിയോളജിയും കാണുന്നുണ്ട്. ഹാർട്ടിന് ചെറിയ ക്ലോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് ശ്വാസം മുട്ടലും പൾസ് റേറ്റും കൂടുതലാണ്. മുന്നോട്ടിനി പോകണമെങ്കിൽ നല്ല തുക വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 10-15 ലക്ഷം രൂപയോളം വേണം. ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരു ഗുളികയ്ക്ക് 130 രൂപയും മറ്റൊന്നിന് 40 രൂപയുമാണ്. ഇതുകൂടാതെ 15 ദിവസം കൂടുമ്പോൾ രക്തപരിശോധനയ്ക്ക് മാത്രമായി 5,000 രൂപയും വേണ്ടിവരും. വർഷങ്ങളുടെ ചികിത്സയ്ക്ക് തന്നെ ഇവർക്ക് ലക്ഷങ്ങൾ ചെലവായി. ഉദാരമനസ്കരുടെ സഹായവും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് ഇതുവരെയുള്ള ചികിത്സകൾ നടന്നു വന്നത്. ഇപ്പോൾ ചികിത്സകൾക്ക് തുക കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഇവർ. ചികിത്സകൾ തുടർന്നാൽ രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. മൈനർ സിറ്റി കക്കുഴി നഗറിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് ഇവരുടെ താമസം. വേദന തിന്നുന്ന ഈ യുവതിയെ സഹായിക്കാൻ താല്പര്യമുള്ളവർ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എൽബറ്റിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകിയാൽ ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകും. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.